ശ്രീ എൽദോസ് പി കുന്നപ്പിള്ളിൽ, അങ്ങേക്ക് 9 മിനിറ്റ്. ബഹുമാനപ്പെട്ട സ്പീക്കർ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, പ്രതിപക്ഷ അംഗങ്ങളെ രണ്ടാം കുടിയിൽ കാണുന്ന മക്കളെ പോലെ കാണുന്ന ഒരാളാണ്. അത് ബജറ്റിലും ഞങ്ങൾക്ക് ഫണ്ട് 50% ചുരുക്കി, ഗ്രാമ റോഡിൻ്റെ ഫണ്ട് കുറച്ചു. ഇപ്പോൾ ശബരിമല പാക്കേജ് നൽകിയപ്പോഴും ഞങ്ങൾക്ക് വ്യക്തമായ രീതിയിലുള്ള ഫണ്ട് നൽകിയില്ല. അങ്ങ് രണ്ടാം കുടിയിലെ മക്കളെ പോലെയാണ് ഞങ്ങളെ കരുതുന്നത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങളുടെ മാവും പൂക്കും. പ്രിയപ്പെട്ട മിനിസ്റ്റർ, അതുകൊണ്ട് തന്നെ ഈ ധനവിനിയോഗ ബില്ലിനെ ഞങ്ങൾ എതിർക്കുകയാണ്. സർ, യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ആത്മാവിനെ പിതാവിനെ ഏൽപ്പിക്കുന്നതിന് മുൻപ് അദ്ദേഹം നൽകിയൊരു പ്രാർത്ഥനയുണ്ട്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. എനിക്ക് ഈ കാര്യമാണ് ഇപ്പോൾ പറയാനുള്ളത്. നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയാത്തത് കൊണ്ട് നിങ്ങളോട് ക്ഷമിക്കണമേ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സാർ, നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ 2021 വീണ്ടും വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ മുദ്രാവാക്യം ഉറപ്പാണ് LDF എന്നായിരുന്നല്ലോ. സാർ, 2021 ഇലക്ഷനിലെ പ്രചരണം എന്തായിരുന്നു എന്ന് ആ ഉറപ്പ് നിങ്ങൾക്കിപ്പോൾ ലക്ഷ്യബോധമില്ല. സാർ, കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചതാണോ ആ ഉറപ്പ്? പെട്രോളിന് സെസ് വർദ്ധിപ്പിച്ചതാണോ ഉറപ്പ്? വീട്ടുകരം വർദ്ധിപ്പിച്ചതാണോ ഉറപ്പ്? വെള്ളക്കരം വർദ്ധിപ്പിച്ചതാണോ ഉറപ്പ്? വീട് പണിയാൻ പെർമിറ്റ് ഫീ കൂട്ടിയതാണോ ഉറപ്പ്? രജിസ്ട്രേഷൻ ഫീ കൂട്ടിയതാണോ ഉറപ്പ്? തൊഴിലില്ലായ്മയാണോ ഉറപ്പ്? കേരളത്തിൻ്റെ പൊതുകടം വർദ്ധിച്ചതാണോ ഉറപ്പ്? മദ്യത്തിൻ്റെ വില കൂട്ടിയതാണോ ഉറപ്പ്? ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതാണോ ഉറപ്പ്? സപ്ലൈകോയിൽ ആവശ്യ വസ്തു ഇല്ല എന്നുള്ള ബോർഡ് വെച്ചതാണോ ഉറപ്പ്? യുവതലമുറയെ കൂട്ടത്തോടെ നാട് കടത്തുന്നതാണോ ഉറപ്പ്? തട്ടിപ്പുകാരെ കൊണ്ട് കേരളം നിറഞ്ഞതാണോ സാർ ഉറപ്പ്? കാട്ടുമൃഗങ്ങൾ കൂട്ടത്തോടെ കാടിറങ്ങി വരുന്നതാണോ സാർ ഉറപ്പ്? സാർ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടും സംസ്ഥാന ഗവൺമെൻറ് അതിൽ ഇടപെട്ടുകൊണ്ട് ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ LDFൻ്റെ ഉറപ്പ് എവിടെയാണ് എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. സാർ, നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഇനിയും ജന്മമുണ്ടെങ്കിൽ നമുക്ക് മലയാളിയായി കേരളത്തിൽ ജനിക്കണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ സാർ? സാർ, പത്രമാധ്യമങ്ങളിലെ വാർത്ത ഒന്ന് പരിശോധിക്കണം സാർ. ഓരോ ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്ത, എല്ലാ ദിവസവും ഫ്രണ്ട് പേജ് പൊട്ടിക്കരയുന്ന ഫോട്ടോകൾ മാത്രമാണ് സാർ എല്ലാ ദിവസവും പത്രമാധ്യമങ്ങളിൽ വരുന്നത്. സാർ, ഇന്നലെ 2-ാം തീയതി നമുക്കറിയാം, ഇത് പ്രാർത്ഥനയുടെ രാവുകളാണ്. മുസ്ലിം സമുദായത്തിന് വളരെ പ്രാർത്ഥനയുടെ രാവുകളാണ് കടന്നു പോകുന്നത്. ക്രിസ്ത്യൻസിന് വലിയ നോമ്പാണ്. ഈ നോമ്പും ഈ പ്രാർത്ഥനാ നിർഭരമായി ദിവസം ആരംഭിക്കുമ്പോൾ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജ് വേണ്ട മക്കളെ എന്നുള്ളതാണ്. നമ്മളിന്ന് ഒട്ടേറെ തവണ ഇത് ചർച്ച ചെയ്ത കാര്യമാണ് സാർ. താമരശ്ശേരിയിൽ ഉണ്ടായിട്ടുള്ള അതിദാരുണമായ ആ ഒരു കൊലപാതകം നമ്മുടെ എല്ലാവരുടെയും മനസ്സലിയിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് സാർ. സാർ, അവിടെ അതുമാത്രമല്ല, ഈ കുട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നു സാർ ഇന്ന് ചർച്ച ചെയ്തതാണ്. അവർ അയക്കുന്ന മെസ്സേജസുകൾ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് ഭയമാവുന്ന അവസ്ഥയാണ് സാർ ഉള്ളത്. ഇത് മാത്രമല്ല, ഇന്നും ഇത് തന്നെ മനോരമയിൽ 2-ാം പേജിൽ ഒരു ഫോട്ടോയുണ്ട് സാർ. ആശാ വർക്കർമാർ മഴ നനഞ്ഞ് നിൽക്കുമ്പോഴാണ്. മഴ നനഞ്ഞ് നിൽക്കുന്നു. 22 ദിവസമായി ആശാ വർക്കർമാർ, നമുക്കറിയാം സാർ, ഒരു മാലാകമാരില്ലേ അവർ, എത്രമാത്രം പാടുപെടുന്നവരാണ്. പഞ്ചായത്ത് മെമ്പറേക്കാൾ കൂടുതലായി വാർഡുകളിൽ ജോലി ചെയ്യുന്ന ആശാ വർക്കർമാർ ഇന്നലെ വലിയൊരു മഴ പെയ്തു. ആ മഴയത്ത് അവരവിടെ ഒരു ടാർപ്പോ കൊണ്ട് കെട്ടി മഴ നനയാതെ ഇരിക്കാൻ നോക്കി. ഉടനെ പോലീസ് അധികാരികൾ ഓടിയെത്തി അത് അഴിച്ചു മാറ്റാൻ പറയുക. എന്താ സാർ ഈ കാണിക്കുക? നമ്മുടെ ആശാ വർക്കർമാർ നമ്മുടെ അമ്മമാരല്ലേ, സഹോദരിമാരല്ലേ, പെങ്ങന്മാരല്ലേ? അവർ അവസാനം ആ ടാർപ്പോ ഒന്ന് മേഘത്ത് ചുറ്റിക്കൂട്ടി വെച്ച് ഇരുത്തപ്പോൾ പോലും അതുപോലും മാറ്റിവെക്കണമെന്ന് പറയുന്ന രീതിയിലേക്ക് ഈ സമൂഹത്തിലെ പോലീസ്, ഈ ഗവൺമെൻറ് എങ്ങനെ അതമ്പതിച്ചു പോയി സാർ? ഏറ്റവും അധികം സമരങ്ങൾ ചെയ്തവരല്ലേ നിങ്ങൾ? ഇവിടെ ഒരു മെമ്പർ ചോദിക്കുകയുണ്ടായി, ഇവിടെ പ്രതിപക്ഷം ഉണ്ടോ എന്നാണ് ജനം ചോദിക്കുക എന്ന്. എന്താ കാരണം? അദ്ദേഹത്തിന് തോന്നുന്നത് ഇത്തിരി കൂടി ശക്തമായി പ്രതികരിക്കണം. ഈ ഭരണം ഇങ്ങനെ പിന്നോട്ട് പോകുമ്പോൾ, ഈ ദൂരത്തിൽ പോകുമ്പോൾ, അഴിമതിയിൽ പോകുമ്പോൾ ഒന്നുകൂടി നിങ്ങൾ പ്രതികരിക്കൂ എന്നാണ് ആ അംഗം ആവശ്യപ്പെടുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി സാർ. ആശാ വർക്കർമാർക്ക് കിട്ടുന്ന ഓണററി എന്താ സാർ? 11,000 രൂപ മാക്സിമം. എങ്ങനെ ജീവിക്കാൻ കഴിയും സാർ? മന്ത്രി പറയുന്നത് 7,000 പ്ലസ് ഇൻസെൻറ്റീവ് കൂടി മാക്സിമം 11,000 രൂപ. മന്ത്രി പറയുന്നത് ഹരിയാനയിൽ നോക്കൂ, പഞ്ചാബിൽ നോക്കൂ സാർ. അവിടെയൊക്കെ ജീവിക്കുന്നത് പോലെ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്.
നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒന്നിനും പണം തികയുന്നില്ല സാർ. ആരോഗ്യ മേഖലയിൽ നമുക്ക് ഒരുപാട് പണം ചെലവഴിക്കേണ്ടിപ്പെടുന്നു. ഈ ആശാ വർക്കർമാരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് സാർ. കാരണം അവരെ സഹോദരികളായി ഈ 10-17 വർഷക്കാലം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും ഓടിയെത്തി അമ്മമാരെയും കുട്ടികളെയും മാത്രമല്ല, പ്രായം ചെന്ന ആൾ കിടപ്പിലായാൽ പോലും, ഒരു പഞ്ചായത്തിൻ്റെ സർവേ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ബാങ്കുകളുടെ സർവേ ആണെങ്കിൽ പോലും, എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്ന് കഷ്ടപ്പെടുന്ന ആശാ വർക്കർമാർ ഈ 21 ദിവസം കോവിഡ് കാലത്ത് അവർ അനുഭവിച്ച വേദനകൾ പറയേണ്ടതില്ലല്ലോ സാർ. ആ ആശാ വർക്കർമാരെ വിളിച്ചു കൂട്ടിയിരുത്തി അവർക്ക് അല്പം വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കണ്ടേ സാർ? സാർ, ഒരു ദിവസം ജീവിക്കണമെങ്കിൽ ഒരു 1000 രൂപയല്ലാതെ എങ്ങനെ ഈ കേരളത്തിൽ ജീവിക്കാൻ കഴിയും സാർ? ഇത്ര ദാരുണമായ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുകയാണ് സാർ. സാർ, അതുകൊണ്ട് ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ അടിയന്തരമായി കാര്യങ്ങൾ ചെയ്ത് ഗവൺമെൻറ് ഈ സമരം ഒത്തുതീർപ്പാക്കുവാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സാർ. സാർ, ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ നമുക്കറിയാം. കാട്ടിലെ മൃഗങ്ങൾ വന്ന് ഇവിടെ ഉള്ള മനുഷ്യനെ കൊല്ലുന്ന കാഴ്ച കാണാൻ കഴിയുകയാണ് സാർ. ഒട്ടേറെ ആളുകൾ ക്രൂരമൃഗങ്ങളുടെ അല്ലെങ്കിൽ ആനയുടെ ചവിട്ടേറ്റ് ഇത് മരിക്കുമ്പോഴും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കഴിയാതെ മിനിസ്റ്ററും ഗവൺമെൻറ്റും ഉറങ്ങുന്ന വാർത്തകൾ കാണാൻ കഴിയുകയാണ് സാർ. സാർ, ഞാൻ എൻ്റെ ഗ്രാമയാത്രയുടെ ഭാഗമായിട്ട് ഞാൻ വീട് കയറുന്നതിനിടയിൽ ഒരാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജോലി? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ AC മെക്കാനിക്കാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, റെഫ്രിജറേറ്റർ കൂടി മെക്കാനിക്ക് ചെയ്യോ? ഇല്ല, മെക്കാനിക്ക് പണിയുണ്ട്, ജോലി ചെയ്യാൻ ആളെ കിട്ടുന്നില്ല, യുവാക്കൾ ആരും ജോലിയിലേക്ക് വരുന്നില്ല, ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, ആരെയും കിട്ടാനില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, യുവാക്കൾക്ക് ജോലിയില്ലേ? എന്നോട് പറഞ്ഞു, യുവാക്കൾക്ക് ജോലി ഉണ്ടല്ലോ. എന്താ ജോലി? ജംഗ്ഷനിൽ പോയി നിൽക്കും, എവിടെയെങ്കിലും MDMA, കഞ്ചാവ്, മയക്കുമരുന്നുകൾ കൊണ്ടുകൊടുക്കും, അല്പം കൊണ്ട് അടുത്തടുത്ത് കൊണ്ടുകൊടുത്ത് 10-2000 രൂപ കിട്ടും. അങ്ങനെ മയക്കുമരുന്നുകൾ വ്യാപനം ചെയ്യുന്ന മേഖലകളിലേക്ക് തൊഴിലില്ലായ്മ ഇല്ലാത്തത് മൂലം, ഗവൺമെൻറ് തൊഴിൽ നൽകാത്തത് മൂലം, ഈ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേട് കൊണ്ട് ഇവിടുത്തെ യുവാക്കളെല്ലാം ലഹരി വിൽപ്പനകരായി മാറുന്ന ഒരു ദയനീയമായ കാഴ്ച ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ. ഇവിടെ ഞാൻ മുൻപ് സൂചിപ്പിച്ച വന്യമൃഗങ്ങളുടെ പ്രശ്നം എന്താണ്? ഈ വന്യമൃഗവും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം, ഈ വന്യമൃഗങ്ങളും സംസ്ഥാന ഗവൺമെൻറ് തമ്മിൽ ബന്ധമുണ്ട്. സർക്കാർ ജനങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു, വന്യമൃഗങ്ങൾ ഒറ്റ ചവിട്ടിന് കൊല്ലുന്നു. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. രണ്ട് കൂട്ടരും കൂടി ജനങ്ങളെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് സാർ. 8 ആഴ്ചക്കുള്ളിൽ 60-ലധികം ആളുകൾക്ക് പരിക്കേറ്റു സാർ. 15 മാസത്തിനുള്ളിൽ 27-ലധികം ആളുകൾ ഇവിടെ മരണപ്പെട്ടു പോകുന്ന, കൊല ചെയ്യപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടായി സാർ ഇവിടെ. അതുകൊണ്ട് നമുക്കിനി ഈ ഒരു പ്രശ്നത്തിൽ വന്യമൃഗങ്ങളും ജനങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കാൻ വേണ്ടി അടിയന്തരമായി കാര്യങ്ങൾ ഇടപെടണം സാർ. ഇവിടെ നിങ്ങൾ വനമേഖലയിലേക്ക് കടന്നു പോകുമോ സാർ? ഞാൻ എൻ്റെ മണ്ഡലമായ പെരുമ്പാവൂരിലെ പൊങ്ങഞ്ചോട് ആദിവാസി ഉന്നതിയിൽ പോയി സാർ. കഴിഞ്ഞ ഓണത്തിന് നിന്നപ്പോൾ ആ കാട്ടിൽ നിന്ന് 8 വയസ്സുള്ളൊരു കുട്ടി എനിക്ക് കിട്ടി സാർ. 8 വയസ്സുള്ള കുട്ടി, അന്ധനായ കുട്ടി. ഈ 8 വയസ്സുള്ള കുട്ടി, അവൻ്റെ പേര് ടിപ്പു എന്ന് വിളിക്കുന്ന ദീപുവാണ്. ആ അന്ധനായ, ജന്മനാൽ അന്ധനാണ്, പിതാവാരെന്ന് അറിയില്ല സാർ. പക്ഷേ ആ കുട്ടി ഇന്നേ വരെ സ്കൂളിൽ പോയിട്ടില്ല. ആ കുട്ടി ഒരു മാടത്തിനുള്ളിൽ ചെറിയ വീടിനുള്ളിൽ താമസിക്കുക. ഞാൻ ആ കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന് ആലുവയിൽ കീഴ്മാട് അന്ധവിദ്യാലയത്തിൽ കൊണ്ടുവന്ന് പഠിപ്പിക്കുകയാണ് സാർ. ആ കുട്ടി പറയുകയാണ്, അവിടെ എത്തുന്നവരെ പോകണ്ട എന്ന് പറഞ്ഞ കുട്ടി അവിടെ ചെന്ന് 1 മാസം കഴിയുമ്പോൾ പറയുകയാണ്, സാർ ഞാൻ ഇനി വീട്ടിലേക്കില്ല, എനിക്ക് പഠിക്കണം. ഞാൻ ഈ പറയുന്ന കുട്ടിയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒട്ടേറെ ആളുകൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട് സാർ. ഒട്ടേറെ ആളുകൾ ദുരിതക്കയത്തിലുണ്ട് സാർ. ഒട്ടേറെ ആളുകൾക്ക് പണമില്ലാതെ വലയുന്നുണ്ട് സാർ. ഒട്ടേറെ ആളുകൾ മരുന്ന് വാങ്ങാൻ കാശില്ലാതെ മുന്നേറുന്നുണ്ട് സാർ. ഒട്ടേറെ ആളുകൾ ചോരുന്ന കൂരയ്ക്കുള്ളിൽ വിറങ്ങലിച്ചിരിക്കുന്നുണ്ട് സാർ. നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഈ ദേശീയ പതാകയുടെ വണ്ടിയും മാറ്റിവെച്ച് നിങ്ങൾ പരിവാരങ്ങളില്ലാതെ മന്ത്രിമാരൊന്ന് വീടാണെന്ന് കയറി ഇറക്കി നോക്കണം സാർ. എത്രമാത്രം ദുരിതപൂർണ്ണത്തിലാണ് ഈ രാജ്യം മുന്നോട്ട് പോകുന്നതെന്ന് നിങ്ങൾക്ക് അപ്പോഴേ മനസ്സിലാക്കാൻ കഴിയൂ സാർ. ഇവിടെ എന്താ അവസ്ഥ? ജനങ്ങൾക്ക് പട്ടിപ്പണിയാണ്, പിച്ചക്കാശാണ്, രാജപദവിയാണ്. ഈ സമൂഹത്തിൽ ഒട്ടേറെ ആളുകൾ ദുരിതപൂർണമായി മുന്നോട്ട് പോകുമ്പോൾ അവരെല്ലാം കൂടെ നിർത്തി, അവരെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥ ഇവിടെയുണ്ട് സാർ. സാർ, ഇവിടെ ബജറ്റിൽ പ്രസംഗത്തിൽ ഞാൻ പറയണമെന്ന് ഓർത്താണെന്ന് എനിക്ക് അവസരം കിട്ടിയില്ല. ഇതാ സാർ വളരെ ഗംഭീരമായൊരു ചിത്രം. ഞാൻ നോക്കിയപ്പോൾ ഇതൊരു മോഡേൺ ആർട്ടാണ്. ഈ കേരളമാണ് ഇവിടെ കിടക്കുക കപ്പലായിട്ട്. ദുഃഖത്തിൻ്റെ കടലിൽ കേരളം കിടക്കുന്നു സാർ. ഇവിടെ കാണുന്ന വലിയൊരു കാടാണ് സാർ, ആനയും വന്യമൃഗങ്ങളുള്ള കാടാണ് സാർ. ഇവിടെ ഈ കണ്ണുനീരിൽ പ്രതിയുടെ പേര് KN ബാലഗോപാൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. മോഡേൺ ആർട്ടാണ് ഈ ബജറ്റിലൂടെ മന്ത്രി ഞങ്ങൾക്ക് സമ്മാനിച്ചത് എന്നറിയാം സാർ. സാർ, എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സാർ.
നിങ്ങൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് സഞ്ചരിക്കുന്നവർ മാത്രമാണ് സാർ. കമ്മ്യൂണിസവും സോഷ്യലിസവും മാർക്സിസവും മറന്നവരാണ് നിങ്ങൾ. സ്വന്തം കണ്ണിലെ കോലടക്കാൻ കഴിയാതെ മറ്റുള്ളവന്റെ കണ്ണിലെ കരടിനെ പറ്റി വിമർശിക്കുന്നവരാണ് സാർ. നിങ്ങൾ രാജാവ് നഗ്നനാണെന്ന് പറയാതെ ചങ്കുറിപ്പില്ലാത്തവരാണ് സാർ. നിങ്ങൾ ജനങ്ങൾ നൽകിയ താലന്തുകൾ വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല തിരിച്ചു നൽകിയതുമില്ല. സമയം കഴിഞ്ഞു. കേരളത്തെ തീരാ കടബാധ്യത തള്ളിവിടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജനവിരോധ ഗവൺമെന്റിന്റെ ഈ പറയുന്ന ധനവിനിയോഗ ബില്ലിനെ എതിർത്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സാർ.